ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മാർച്ച് 23 മുതൽ 29 വരെയുള്ള ഒരാഴ്ചക്കാലത്ത് 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഇവിടെ പറയുന്നത്. വളരെ ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ്. ക്ഷേത്ര ദർശനം, നാമജപാദികൾ, അതായത് നമുക്ക് ഇഷ്ടമുള്ള ദേവതയുടെ നാമം ജപിക്കുക. അത് എല്ലാ ദിവസവും ജപിക്കണം. ശ്രദ്ധയോടെ, ഭക്തിയോടെ, സമർപ്പണ മനോഭാവത്തോടെ നമ്മൾ ജപിക്കുമ്പോൾ, പാരായണം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നാരായണീയം, രാമായണം, ഇതൊക്കെ പാരായണം ചെയ്യുക എന്ന് പറയുന്ന ഒരു ആചാരമുണ്ട്. ഈ പാരായണം ചെയ്യുമ്പോൾ അർത്ഥം മനസ്സിലാക്കി സമർപ്പണ മനോഭാവത്തോടെ, ഒരു പുഞ്ചിരിയോടെ ദേവതാസ്ഥാനത്തിരുന്ന് പാരായണം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സമാധാനം ഒന്ന് വേറെ തന്നെയാണ്. അത് അനുഭവിച്ചറിയണം. നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം, അല്ലെങ്കിൽ പാരായണം നടത്തിയിട്ട് എന്താ കാര്യം എന്ന് പറയാൻ പലരും ഉണ്ടാകും. പക്ഷെ ഇത് അനുഭവിച്ചറിയുന്നവർക്കാണ് അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഒരു സാങ്കത്യം മനസ്സിലാകുക. മനസ്സിന് അവാച്യമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് ഇത്തരത്തിലുള്ള പാരായണവും ജപവും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളവർക്കറിയാം. അവരുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇതിൽ പ്രയോജനമില്ല എന്ന് പറയുന്നവരുടെ അഭിപ്രായം സ്വീകരിച്ചിട്ട് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടാണല്ലോ ചിന്തിക്കുന്നത്. ഒരു കോച്ചിങ് സെൻറ്ററിൽ പോവുക, പലർക്കും അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. കാരണം അവർ ക്വാളിഫൈ ചെയ്യാൻ ചിലപ്പോൾ പര്യാപ്തമായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുടെ ഉപദേശം ആണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല ഉയർച്ചയും വരുന്നതായി അനുഭവപ്പെടും. അനുഭവിച്ചറിയുക. പാരായണം, ജപം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന മനസ്സമാധാനവും അതുകൊണ്ട് നമുക്ക് വളരെ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരവസ്ഥയും കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മുന്നേറ്റങ്ങൾ വരുന്നു എന്ന് അനുഭവിച്ചറിയുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൈവറ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ എന്താണോ പ്രയോജനം അതനുസരിച്ച് മുന്നോട്ട് പോവുക. മറ്റുള്ളവരുടെ ഒരു അഭിപ്രായം നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. അഭിപ്രായം സ്വീകരിക്കാം, പോസിറ്റീവായിട്ടുള്ള, നമുക്ക് പ്രയോജനപ്രദമായിട്ടുള്ള, നമുക്ക് മനസ്സന്തോഷത്തിനും സമാധാനത്തിനും സ്യൂട്ടബിളായിട്ടുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഇനി രാശിഫലത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കേണ്ട ഒരു വാരമാണ് എന്നുള്ളതാണ്. ഇമോഷണൽ ടെൻഷൻസ്, വൈകാരികമായിട്ടുള്ള ടെൻഷൻസ് ഏറെയുള്ള വാരമായതുകൊണ്ട് സ്വയം നിയന്ത്രണത്തോടുകൂടി മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. അതുപോലെ പെരുമാറ്റവും അങ്ങനെ തന്നെ വേണം. നമ്മുടെ ഗൃഹത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഓഫീസിലേക്ക് എത്തരുത്. അതുപോലെ ഓഫീസിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അത് വീട്ടിലേക്ക് എത്തരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. ചൊവ്വയുടെ ഒരു സ്ഥാനം വെച്ച് നോക്കുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് കോപം വരികയും അതുകൊണ്ട് തന്നെ സ്ഥായിയായിട്ട് ചിലരുമായിട്ട് അകൽച്ച വരുന്നൊരു കാലമാണ്. നമ്മൾ അറിഞ്ഞിരുന്നാൽ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ എന്ത് പ്രതികരണത്തിലും രാമരാമ ജപിച്ച്, മനസ്സിൽ രാമരാമ ഒരു 5 പ്രാവശ്യം ജപിച്ചതിന് ശേഷം പ്രതികരിക്കുക. ജീവിതത്തിൽ ഒരു പ്രയാസവും ഉണ്ടാവില്ല കേട്ടോ. അതാണ് ഒന്നാമത്തെ കാര്യം. സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത വാരം തന്നെയാണ്. വരുമാനമൊക്കെ ഉണ്ടാവും. കുറച്ച് യാത്രയും അങ്ങനെയൊക്കെ കുറച്ച് അധിക പണച്ചെലവുണ്ടാവും, അത്രയേ ഉള്ളൂ. ആഭരണങ്ങൾ, അങ്ങനെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസൊക്കെ വാങ്ങുവാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. അതൊന്ന് നിയന്ത്രിക്കുക, അത്രേ ഉള്ളൂ. യു ക്യാൻ സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി. ഈ സമയത്ത് നമ്മുടെ ഫ്ലാറ്റ് അല്ലെങ്കിൽ വീട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനോ അതിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനോ ഒക്കെയുള്ള ഒരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാൻ അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട ഒരു വാരമാണ്. കാരണം ധനത്തിനൊക്കെ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത വാരമാണ്. എന്നാൽ പഴയ ബാധ്യതയുള്ളവർക്ക് വളരെ വലിയ ബാധ്യതയുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വരുമാനം കൂടിയാലും അതുകൊണ്ട് വലിയ പ്രയോജനമുള്ളതായി തോന്നില്ല. അപ്പോൾ അവർ കാര്യമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവർ വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുക. കഴിയുമെങ്കിൽ അവിടെ ഒരു ഭാഗ്യസൂക്തം, പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ഭാഗ്യസൂക്തം ദിവസവും ജപിക്കുന്നതും നമ്മുടെ ഭാഗ്യവർദ്ധനവിനും സാമ്പത്തിക പ്രയാസങ്ങൾ മാറ്റുവാനും വളരെയധികം സഹായിക്കും. വിവാഹ കാര്യങ്ങൾക്ക് നല്ലൊരു വാരമാണ്. മംഗള കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം, കൂട്ടുകാരുമൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു പിക്നിക്കോ അങ്ങനെയൊക്കെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ കഴിയുന്നൊരു വാരവുമാണ്. സന്തോഷമായിരിക്കുക. ഇടവം രാശി, കാർത്തിക അവസാനത്തെ 3/4 ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം.
കുറച്ച് അലച്ചിലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കാത്തത് കൊണ്ടുള്ള അല്പം ഒരു ടെൻഷനും ഒക്കെ കാണുന്നു. നമ്മൾ ചിലരിൽ നിന്നൊക്കെ പലത് പ്രതീക്ഷിക്കും, പക്ഷേ ആ രീതിയിൽ കാര്യങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകാത്തത് കൊണ്ട് നമുക്ക് നമ്മളോട് തന്നെ ഒരു കോപമൊക്കെ തോന്നുന്നു. അവരോടൊക്കെ എന്താ ഇപ്പം ഞാൻ പല സഹായങ്ങളുമൊക്കെ ചെയ്തവർ പോലും നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പോലും ചെയ്തു തരുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തുള്ളൊരു വിഷമം ഉണ്ടാവും. അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അല്പം ഒരു ദൈവാധീനക്കുറവുള്ളൊരു സമയമാണ്. അത് പ്രാർത്ഥന കൊണ്ട് മാറ്റാം എന്നുള്ളതേ ഉള്ളൂ. ഗൃഹത്തിൽ അഭിപ്രായ വ്യത്യാസം വരാതെ, ചൊവ്വയുടെ ഒരു സ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗൃഹത്തിലും അഭിപ്രായ വ്യത്യാസമൊന്നും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓഫീസിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പൊതു കാര്യങ്ങളിൽ പോലും പ്രത്യേകിച്ച് ഈ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ആൾക്കാർക്ക് ടെൻഷൻ ഉണ്ടാകും. ഒരാൾക്കൊരു വിശ്വാസമായിരിക്കും, മറ്റൊരാൾക്ക് മറ്റൊരു വിശ്വാസമായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ അഭിപ്രായം പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതുകൊണ്ട് പല പ്രയാസങ്ങളും ഈ ദൈവാധീനക്കുറവുള്ള സമയത്ത് അങ്ങനെയാണ്. നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും ചിലപ്പോൾ അത് ആ രീതിയിലായിരിക്കണം എന്നില്ല നമുക്ക് അനുഭവം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം പാലിക്കുക എന്നുള്ളതാണ്. ജോലി മാറാനുള്ളൊരു താല്പര്യമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ചെറിയ ജോലിയുള്ളവർക്ക് ജോലി മാറുന്നത് മറ്റൊരു അവസരത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ജോലി മാറിയ പെട്ടെന്ന് അതുപോലുള്ളൊരു ജോലി, ചെറിയ വരുമാനമാണെങ്കിൽ പോലും അതുപോലുള്ളൊരു ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ലഭിച്ചാൽ തന്നെ അതിനൊരു സ്ഥായി ഭാവം, ഒരു പെർമനൻസി കാണില്ല. ചിലപ്പോൾ പെട്ടെന്ന് ആ ജോലി അങ്ങോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ വരാം. എന്നുള്ളത് കൊണ്ട് ജോലി മാറുന്നത് മറ്റൊരവസരത്തിലേക്ക് മതി. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആചാര്യസ്ഥാനീയരെ, കാരണവസ്ഥാനീയ സീനിയർ പേഴ്സൺസ് ഓഫ് ദി ഫാമിലി അവരുമായിട്ടൊക്കെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക. കൂട്ടുകെട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പ്രയാസങ്ങൾ കാണുന്നുണ്ട്. ആരോഗ്യത്തിലും ഒരു ശ്രദ്ധ വേണം. ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്, കണ്ണുമായിട്ട് റൈറ്റായി വലത് കണ്ണുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട ചെറിയ പ്രയാസങ്ങൾ കാണുന്നു. ഡൈജഷനുമായിട്ടും ബന്ധപ്പെട്ട പ്രയാസങ്ങൾ വരാം എന്നുള്ളതുകൊണ്ട്, അതായത് വയറ് സംബന്ധമായിട്ട് പ്രയാസങ്ങൾ വരാം എന്നുള്ളതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നുള്ള ആഹാരമൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മുടെ സേവിങ്സൊക്കെ ചിലപ്പോൾ അത്യാവശ്യത്തിന് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വരെ. പൊതുവെ ഒരു അധിക പണച്ചെലവിൻ്റെ ഒരു വാരമായതുകൊണ്ട് മഹാലക്ഷ്മിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. മഹാലക്ഷ്മി സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങും. അധിക കടമൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ദേവി ഒരു വഴി കാണിച്ചു തരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. സ്വന്തം ആരോഗ്യ കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒരു പ്രായം കടന്നവരെന്ന് നമ്മൾ പറയും, 48 വയസ്സ് 4ാം വ്യാഴവട്ടം പൂർത്തിയാക്കിയവർ അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ അധിക ശ്രദ്ധ വേണ്ട ഒരു വാരമാണ്. ഈ രക്തദൂഷ്യം എന്നൊക്കെ പറയും, ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്, അങ്ങനെയുള്ള പ്രയാസങ്ങൾ, ചെറിയ വീഴ്ച മുറിവിനുള്ളൊരു സാധ്യതയുള്ളതുകൊണ്ട് ചൊവ്വാപ്രീതി വരുത്തുക, പ്രയാസമൊക്കെ നീങ്ങിക്കോളും എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വാരമായിരിക്കണം ഇത് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. ചിലപ്പോൾ ബിസിനസ്സൊക്കെ ഒന്ന് വിപുലീകരിക്കാനുള്ള ഒരു ചാൻസൊക്കെ കിട്ടുമ്പോൾ തൽക്കാലം വേണ്ട. പണം മുടക്കിയുള്ള കാര്യങ്ങൾ തൽക്കാലം വേണ്ട. അതുപോലെ പാർട്ട്നേഴ്സിനെ കൊണ്ട് ബിസിനസ് സെക്ടറിൽ ഉള്ളവർക്ക് പാർട്ട്നേഴ്സിനെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊരു താല്പര്യം വരും ഷെയർ മാർക്കറ്റിലൊക്കെ, അത് തൽക്കാലം വേണ്ട. പഴയ വാഹനം വാങ്ങുന്നതിന് ഒട്ടും അനുയോജ്യമായിട്ടുള്ള വാരമല്ല. ലക്ഷറി അങ്ങനെയുള്ള, ഇപ്പോൾ നമ്മൾ ഔട്ടിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചോളൂ. കാരണം അത് സാമ്പത്തിക ബാധ്യത അവിചാരിതമായിട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്ന് പ്രത്യേകിച്ച് അറിയുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ ഈ വാരം എന്ന് അറിയുക. പ്രണയിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഒരുങ്ങി വരും. അത് തൽക്കാലം പൂർണ്ണമായി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പാർട്ട്ണർഷിപ്പും സൗഹൃദവും പോലും റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ഒരു വാരമാണ്. വിദ്യാർത്ഥികളുടെ പഠന കാര്യത്തിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ കാണുന്നു. അവർക്ക് താല്പര്യക്കുറവ് വരാം പഠിക്കുന്ന കാര്യങ്ങളിൽ. അപ്പോൾ അതൊക്കെ ഗൃഹത്തിൽ അല്പം ഒരു ടെൻഷനുള്ളൊരു സാഹചര്യം വരാം. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായിട്ട് സരസ്വതീ ദേവിയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പലപ്പോഴും ഈ സരസ്വതി ദേവിയുടെ ഈ സ്തോത്രം എക്സാമിന് എഴുതുന്നവർക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്തോത്രമാണെന്നുള്ളൊരു ധാരണ മാത്രമാണ് പലർക്കുമുള്ള. അല്ല,
ദേവിയാണ് നമ്മുടെ നാവിൻ തുമ്പത്ത് നമുക്ക് ഗുണകരമായിട്ടുള്ള വാക്കുകൾ ഉത്ഭവിക്കുന്നതിന് സഹായിക്കുന്നതെന്നുള്ള കാര്യം അറിയാം. ആരോടായാലും, നമ്മുടെ എംപ്ലോയറോടായാലും, കൊളീഗ്സിനോടായാലും, നമ്മുടെ ഹസ്ബൻഡായാലും, വൈഫായാലും, കുട്ടികളായാലും, മാതാപിതാക്കൾ, അവരോടൊക്കെ അവർക്ക് സന്തോഷം പകരുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവ് സമ്മാനിക്കുന്ന ദേവിയാണ് സരസ്വതി ദേവി. അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും നൽകും എന്നുള്ള സത്യം മനസ്സിലാക്കി വേണം സരസ്വതി ദേവിയുടെ ഈ ശ്ലോകം ജപിക്കേണ്ട. ദിവസം 9 പ്രാവശ്യം ജപിച്ചോളൂ, പ്രയാസങ്ങൾ കുറയും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങുവാനുള്ള ചില വഴികൾ തുറന്നു വരും എന്നുള്ളതാണ്. അത് ഇപ്പോൾ ചിട്ടിയിൽ നിന്നാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും അരിയേഴ്സോ അങ്ങനെ എന്തെങ്കിലും അരിയേഴ്സ് വന്നു ചേരുന്ന ഒരു സാഹചര്യം വരാം. അപ്പോൾ അല്പം ഒരു ആശ്വാസം സാമ്പത്തിക രംഗത്ത് വരാനും ഇത് സഹായിക്കും ഈ ജപം എന്നുള്ള കാര്യം അറിയുക. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരും, സന്തോഷമായിരിക്കും. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. പല നേട്ടങ്ങളും അല്പമെങ്കിലും സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ടാകാം കഴിഞ്ഞ വാരങ്ങളിൽ. അതായത് വരുമാനം കൂടിയിട്ടുണ്ടാകും. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് നമ്മൾ പറയുമല്ലോ, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇങ്ങനെ പണം ചിലവായി പോകുന്നതുകൊണ്ട് ഈ അധിക വരുമാനം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോ. അപ്പോൾ അധിക വരുമാനം വന്നത് തന്നെ ഒരു പക്ഷേ ഓർക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ പലർക്കും ഈ രാശിയിൽ ജനിച്ച ഏതാണ്ട് 80% പേർക്കും അധിക വരുമാനം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്നുള്ളൊരു ഫീലും വരാം. ചിലത് അതിനെക്കുറിച്ച് ഓർക്കണുണ്ടാവില്ല. 20% പേര് ഈ രാശിയിൽ ജനിച്ചവർ, അത് 20 മുതൽ 30 വരെ ആകാം, അവർക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ട് തന്നെ സാമ്പത്തികമായിട്ട് പ്രയാസങ്ങളുണ്ടായിരുന്നു. അവരുടെ സമ്പാദ്യം, അതായത് FD ആണെങ്കിൽ FD, അല്ലെങ്കിൽ ഗോൾഡ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ പ്ലെഡ്ജ് ചെയ്ത് പോയിട്ടുണ്ടാവും. അതിൽ നിന്നെടുത്ത പണം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് പോലും ചിലവാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അത് വേറെ വഴിക്ക് ചിലപ്പോൾ വെറുതെ അങ്ങ് പോകും. അപ്പോൾ അതൊക്കെ കൊണ്ട് മനസ്സിലൊരു ഈ ഡൈനമിസം, ഊർജ്ജസ്വലത എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ടാകും. പൊതുവേ രാശിക്കാർ വളരെ ഡൈനമിക്കാണ്. ഇടയ്ക്ക് അതെല്ലാം മടിയൊക്കെ ഉണ്ടാവും പഠന കാര്യങ്ങളിൽ എന്നുള്ളതല്ലാണ്ട് വളരെ ഡൈനമിക്കാണ്, വളരെ സ്മാർട്ടായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ സ്മാർട്ട്നെസ്സൊക്കെ ഒന്ന് കുറഞ്ഞതായിട്ട് സ്വയം തോന്നും. അപ്പോൾ സ്മാർട്ട്നെസ് ഉണ്ടാക്കേണ്ട ഒരു കാലമാണ് എന്നുള്ളതാണ്. കാരണം ഭേദപ്പെട്ട ഒരു കാലമാണിപ്പോൾ. അപ്പോൾ ഗെയിംസ് ഉണ്ടാകുന്ന ഒരു സമയമായതുകൊണ്ട് സ്മാർട്ട്നെസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ആദിത്യ ഹൃദയ സ്തോത്രം ജപിച്ചോളൂ. ജയതു ജയതു സൂര്യം സപ്തലോകൈകദീപം കിരണശമിതപാപം ക്ലേശദുഃഖസ്യ നാശം അരുണനിഗമഗമ്യം ചാതിമാദിത്യമൂർത്തിം സകലഭൗനവന്ദ്യം ഭാസ്കരം തം നമാമി തദോ യുദ്ധ പരിശ്രാന്തം സമരേ ചിന്തയാസ്ഥിതം രാവണം ജാഗ്രതോ ദൃഷ്ട്വാ യുദ്ധായ സമുപസ്ഥിതം എന്നുള്ള ആ സ്തോത്രം ഭക്തിപൂർവ്വം 2 പ്രാവശ്യം ഉദയത്തിന് ശേഷം, സൂര്യോദയത്തിന് ശേഷം ജപിച്ചോളൂ. നമ്മുടെ ആരോഗ്യ പ്രയാസങ്ങൾ നീങ്ങും, നമ്മുടെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും, വസ്തുവിൻ്റെ ക്രയവിക്രയമൊക്കെ ശരിയാകും. വിവാഹകാര്യങ്ങളിലും ഈ ജപം കൊണ്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങും. അവർക്ക് പുതിയ പാർട്ട്ണർഷിപ്പ്, പുതിയ ഫ്രണ്ട്ഷിപ്പ്, മനസ്സിന് ഇഷ്ടപ്പെട്ട ആരെങ്കിലുമായിട്ട് വളരെ അടുപ്പം തോന്നുവാനുള്ള സാഹചര്യം, അവരുടെ സഹായം ലഭിക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ അനുകൂല ഭാവങ്ങൾ ഈ വാരം കാണുന്നുണ്ട്. സാമ്പത്തികമായി മെച്ചപ്പെടുവാനുള്ള യോഗവും കാണുന്നുണ്ട്. ഈ പ്രാർത്ഥന മുടക്കരുത് എന്നുള്ള കാര്യം അറിയുക. സന്തോഷമായിരിക്കും. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു സമയമാണ്. ശരീരത്തിന് ക്ഷീണം, പഠിക്കുന്ന കാര്യങ്ങളിൽ ഒട്ടും താല്പര്യം ഇല്ലായ്മ, ശ്രദ്ധക്കുറവ്, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ എക്സാം ആണെങ്കിലും അതിന് ആ രീതിയിലൊന്ന് പഠിക്കാൻ കഴിയുന്നില്ല. എന്താ ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ പറ്റാത്തെന്ന് സ്വയം തോന്നുന്നുണ്ടാകാം. അതൊരു ശ്രദ്ധക്കുറവ് വളരെയധികം പ്രകടമാകുന്ന ഒരു വാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ വരും. അതുകൊണ്ട് സ്വഭാവത്തിലൊരു ചെറിയ വ്യത്യാസം വരും. എല്ലാവരോടും അല്പം ഒരു കോപ സ്വഭാവമൊക്കെ ഒരു ബിസിനസ് ഫീൽഡിലുള്ളവർക്കും ഇത് ആപ്ലിക്കബിളാണ്. കാരണം അവർക്ക് കാര്യങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന രീതിയിൽ അങ്ങോട്ട് നടക്കാത്തത് കൊണ്ടുള്ള ഒരു കോപം, ഒരു സം സോർട്ട് ഓഫ് ഫ്രസ്ട്രേഷൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത് ചിലപ്പോൾ വീട്ടിലൊക്കെ പ്രകടിപ്പിച്ചു എന്ന് വരും. അപ്പോൾ വീട്ടിൽ അല്പം ഒരു സമാധാനക്കുറവൊക്കെ ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു സ്റ്റാഗ്നേഷൻ കൊണ്ട് വരാം. അതങ്ങോട്ട് മാറ്റുക എന്നുള്ളതായിരിക്കണം. ഉദ്ദേശം മാറ്റാൻ കഴിയും, സംശയമൊന്നും തന്നെ വേണ്ട. കനകധാരാ സ്തോത്രം ജപിച്ചോളൂ. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാങ്കലീല മാംഗല്യദാസ്തു മമ മംഗള ദേവതായ. മഹാലക്ഷ്മി ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ സങ്കല്പിച്ച്
ഈ മഹാലക്ഷ്മി പ്രീതികരമായിട്ടുള്ള കനകധാര ശങ്കരാചാര്യർ രചിച്ചതാണ്. ഒന്ന് ജപിച്ചോളൂ. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. അതിനുള്ള വഴിയൊക്കെ ഇങ്ങനെ ഒരുങ്ങി വരും. മഹാലക്ഷ്മി അതിന് സഹായിക്കുന്നുള്ളതിൽ സംശയം വേണ്ട. അപ്പം തന്നെ അങ്ങനെ ചില സൂചനകൾ ലഭിക്കുമ്പോൾ തന്നെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരും. സന്തോഷമായിരിക്കും. കന്നിരാശി ഉത്തര അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. സാമ്പത്തികമായി അല്പം മെച്ചപ്പെടുന്നതിൻ്റെ സൂചന ഒക്കെ വരാം. ചിട്ടിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ബെറ്റർ റിട്ടേൺസ്, പലിശ, ഇതങ്ങനെ എന്തെങ്കിലുമൊക്കെ ലഭിക്കാനും, അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കുവാനും കഴിയും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ആരോഗ്യപരമായിട്ടുണ്ടായിരുന്ന പ്രയാസങ്ങളിലും ഒക്കെ കുറവ് കാണും. എന്തെങ്കിലും ഒരു ഹെൽത്ത് പ്രോബ്ലമിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഫലപ്രാപ്തി കണ്ടു തുടങ്ങും. ഈ സ്കിൻ ട്രബിൾസ് ഇതൊക്കെ വരുന്നൊരു സമയമാണ്. അലർജിക് കണ്ടീഷൻസ്, രക്തദൂഷ്യം, ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്, അത് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ, അതങ്ങനെയുള്ള ചെറിയ പ്രയാസങ്ങളൊക്കെ ഉള്ള സമയമാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് 48 വയസ്സ് കഴിഞ്ഞവർ, 4-ാം വ്യാഴവട്ടം കഴിഞ്ഞവർ ആരോഗ്യ കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിജയിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. സ്വന്തമായിട്ട് വരുമാനം വരാനുള്ള യോഗമുണ്ട്. വിവാഹം വൈകിയിരുന്നവർക്ക് മനസ്സിനൊക്കെ ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു വിവാഹാലോചന വരാനുള്ള ഭാഗ്യം കാണുന്നു. ജാതകം ചേരാത്തവർക്കും അതുപോലെ ചേരുന്ന ജാതകങ്ങൾ വന്നു ചേരുന്ന ഒരു വാരമാണെന്ന് പ്രത്യേകിച്ചറിയാം. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റി, MNC പ്ലേസ്മെൻറ്റ്, പ്രൊഫഷണൽസ് ബെറ്റർ എഡ്യൂക്കേഷൻ ഒരു ഹയർ എഡ്യൂക്കേഷൻ ദൂരദേശത്തും വിദേശത്തുമൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നു. അതിനാവശ്യമായിട്ടുള്ള പണമൊക്കെ ഇങ്ങനെ ലോണും അതുമൊക്കെ ആയിട്ട് ഇങ്ങ് വന്നോളും എന്നുള്ളതാണ്. അതിനൊന്ന് പ്രത്യേകം പ്രാർത്ഥന അത്യാവശ്യം. ശ്രീ ഗണേശ സ്തോത്രം ജപിച്ചോളൂ. ഗണേശ അഷ്ടോത്തര ശതനാമാവലി ധാരാളം മതിയാവും. കിഴക്ക് ദർശനമായിട്ട് ദിവസവും രാവിലെയും വൈകുന്നേരവും 5 പ്രാവശ്യം ജപിക്കുക. അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. പുതിയ ബിസിനസ് ആരംഭിക്കുന്നതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി എക്സ്പേർട്സിൻ്റെ അഭിപ്രായത്തോടുകൂടി മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. സന്തോഷമായിരിക്കും. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. പൊതുവെ ഒരു കാര്യങ്ങളിലൊരു സ്റ്റാഗ്നേഷൻ കഴിഞ്ഞ സ്റ്റാഗ്നേഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ കെട്ടിക്കിടക്കും, ഒരു കാര്യവും അങ്ങോട്ട് നടക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുണ്ടായിരുന്നത് കൊണ്ട് പൊതുവെയുള്ള ഈ രാശിക്കാരുടെ ഒരു ഊർജ്ജസ്വലത, പിന്നെ പ്രസന്നമായിട്ടുള്ള മുഖഭാവം, അതൊക്കെ മാറിയിട്ടുണ്ടാവും. എല്ലാവരും ഇങ്ങനെ ഒരു തോട്ട്ഫുള്ളായിട്ട് ഇപ്പം എന്താ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, ഇപ്പം എന്താ ചെയ്യുക എന്നുള്ള ഒരു അനുഭവം, അങ്ങനെയുള്ളൊരു ചിന്തയും ഒക്കെ ആയിരിക്കും ഈ രാശിയിൽ ഒരു 70% പേർക്ക്. പലർക്കും ഒരു കാര്യവും നടക്കാത്തതിൻ്റെ വിഷമമൊക്കെ ഉണ്ടാവും കഴിഞ്ഞ കാലങ്ങളിൽ. പിന്നെ പണം ഇങ്ങനെ ചിലവായി പോയിട്ടുണ്ടാകും. പലരും കടത്തിലേക്കോ ബാധ്യതയിലേക്കോ ഒക്കെ വന്നിട്ടുണ്ടാകാം. അതുപോലെ ലോൺ റീപേയ്മെൻറ്റിന് തടസ്സം വന്നിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള പല പ്രയാസങ്ങളുമുണ്ട്. മനസ്സിന് സ്വസ്ഥത, ഉറക്കക്കുറവ്, അതുകൊണ്ട് തന്നെ സ്വഭാവത്തിലൊരു വ്യത്യാസം, അനാവശ്യമായിട്ടുള്ളൊരു കോപം, മുഖത്തെ പ്രസന്നത കുറയുക, ഇങ്ങനെ പല പ്രയാസങ്ങളും അനുഭവിച്ച് വരികയായിരുന്നു ഈ രാശിക്കാർക്ക്. അവർക്ക് മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ ഒരു കാലം കൂടിയാണ്. ഈ രാശിയിൽ ജനിച്ച ഭൂരിഭാഗം പേർക്കും ചില സൂചനകൾ, അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ വന്നു ചേരുന്ന ഒരു വാരമാണ് എന്ന് പ്രത്യേകിച്ചറിയുക. നമ്മൾ അതിനൊരു എഫേർട്ട് ഇടണം. ഇപ്പോൾ എക്സാമിലൊക്കെ പഠിത്തത്തിൽ താല്പര്യം കുറഞ്ഞവർക്കൊക്കെ എക്സാമിൽ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസിന് അനുയോജ്യമായിട്ടുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ അച്ഛനും അമ്മയും ഒക്കെ എഡ്യൂക്കേഷനിൽ വേണ്ട സപ്പോർട്ടും ഹെൽപ്പും കൊടുക്കുക. അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുങ്ങി വരുന്നുണ്ട്. ഈ സമയത്താണ് ഹാർഡ് വർക്ക് ഈസ് വെരി, ഇപ്പോൾ നമ്മൾ നല്ല ഹാർഡ് വർക്ക് നമ്മൾ പറയാൻ പാടില്ല, പ്ലസൻറ്റ് വർക്ക് എന്നുള്ളത് സന്തോഷകരമായിട്ട് പഠിച്ചെടുക്കുക, എന്നാലേ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. അങ്ങനെ പഠിച്ചെടുത്ത് മുന്നോട്ട് പോവുക. ജീവിത വിജയം സുനിശ്ചിതമാകുന്ന ഒരു കാലം വരുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു ഊർജ്ജസ്വലത കുറയുന്നതിൻ്റെ ഒരു ലക്ഷണം ഈ വാരവും കാണും. അത് ഈ ജപം കൊണ്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ജപത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശുക്രപ്രീതികരമായിട്ടുള്ള സ്തോത്രങ്ങൾ ജപിക്കുക. ശുക്രൻ്റെ അഷ്ടോത്തര ശതനാമാവലി വളരെ പ്രശസ്തമായിട്ടുള്ള ശ്ലോകമുണ്ട്. ഹിമകുന്ദ മൃണാലാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യമ എന്നുള്ള ആ ഒരു ശ്ലോകമുണ്ട്. അത് സമർപ്പണ മനോഭാവത്തോടുകൂടി ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും ഭഗവാൻ നീക്കിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. കുടുംബത്തിൽ ഐശ്വര്യം വരികയും ചെയ്യും. സന്തോഷമായിരിക്കും.
വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. കോപമൊന്ന് നിയന്ത്രിച്ചോളൂ. അനാവശ്യമായിട്ട് ഇങ്ങനെ കോപം വരുന്ന ഒരു വാരമാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളിൽ ചെറിയൊരു തടസ്സം വരുമ്പോൾ അത് ഗൃഹത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഗൃഹത്തിലെ അന്തരീക്ഷം തന്നെ കുറച്ച് ടെൻഷൻ വരികയൊക്കെ ചെയ്യുന്ന ഒരു വാരമാണ്. അതുകൊണ്ട് ഓഫീസിലായാലും ബിസിനസ്സിലെ ആയാലും ആ ഒരു എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ അത് ഗൃഹത്തിലേക്ക് ക്യാരി ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. വാരത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ ഒരു സ്ലോനെസ് ഫീൽ ചെയ്താലും സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു സൂചന ലഭിക്കും. നമുക്ക് അനുകൂലമായിട്ടുള്ള ചില നേട്ടങ്ങൾ കാണുന്നു. അല്പം ധനവരവ്, പണമൊക്കെ വരാനും MNC പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടുക, അതിൻ്റെ സൂചനകളോ ജോലി തന്നെ ലഭിക്കുവാനോ ഉള്ള ഭാഗ്യമുണ്ട്. ഗവൺമെൻറ് സെക്ടറിലും അതുപോലെ ചില നേട്ടങ്ങൾ കാണുന്നു. പണം ലഭിക്കാൻ സാധ്യതയേറെയുള്ള വാരമാണ്. ചിട്ടി മുതലായ കാര്യങ്ങളിൽ നിന്നും ഒക്കെ നേട്ടം വരാവുന്നതാണ്. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചില ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ബെറ്റർ റിട്ടേൺസോ ഒക്കെ വരുന്ന ഒരു കാലമാണ്. ബിസിനസ് ഒരുവിധം സ്മൂത്തായിട്ട് പോകുന്നതിൻ്റെ സൂചന ലഭിക്കും. പുതിയ ബിസിനസ് ഒരു എക്സ്പാൻഷനൊക്കെ താല്പര്യം വരും. എന്നാൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് മതി. കാരണം ശനി അത്ര അനുകൂല ഭാവത്തിലല്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ആദ്യം ഒരു തടസ്സമുണ്ടാക്കുന്ന ഒരവസ്ഥയുണ്ട് എന്ന് മാത്രമല്ല, ചില പഴയ പ്രശ്നങ്ങൾ ഇങ്ങനെ നമ്മളെ അലട്ടുന്ന ഒരു സമയവും കൂടിയാണ്. ശനി അത്ര അനുകൂല ഭാവത്തിലല്ലാത്തതുകൊണ്ട് തന്നെ ശനിപ്രീതി കൂടി വരുത്തിക്കോളൂ. അതിനായിട്ട് നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം. ആ ശ്ലോകം 9 പ്രാവശ്യം വെച്ച് ജപിച്ചോളൂ. ധർമ്മശാസ്താവിനെ എല്ലാ ശനിയാഴ്ചയും ദർശിക്കാനും മറക്കണ്ട. ക്ഷേത്രത്തിനുള്ളിൽ നിന്ന്, അതായത് 48 മിനിറ്റ് ധർമ്മശാസ്ത്ര സ്തോത്രവും ജപിച്ചോളൂ. കുടുംബത്തിന് ഐശ്വര്യം വരും എന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനം ആകുവാനും പുതിയൊരു ജോലിക്കുമൊക്കെ ഈ ജപം പരിഹാരം സഹായിക്കുന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. പൊതുവെ വിവാഹത്തോടൊക്കെ ഒരു താല്പര്യക്കുറവുണ്ടായിരുന്ന യങ്സ്റ്റേഴ്സിന് താല്പര്യം വരുന്ന, നമ്മൾ പ്രചോദനം കൊടുത്തു കഴിഞ്ഞാൽ താല്പര്യം വരുന്ന രീതിയിലൊക്കെ അവരുടെ സ്വഭാവം മാറുന്ന ഒരു സമയമാണ്. അതായത് വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു കാലം ആരംഭിക്കുന്നതിൻ്റെ സൂചനകൾ ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ജാതകത്തിൽ അനുകൂലമായിട്ടുള്ള ദശയും അപഹാരവുമാണോ എന്ന് നോക്കുക. കാരണം വിവാഹത്തിന് മെച്ചമായിട്ടുള്ള ഒരു കാലം ആരംഭിക്കുന്നത് കൊണ്ട് നമ്മൾ ജാതകത്തിൽ ഇപ്പോൾ ചൊവ്വാദോഷമോ രാഹുദോഷമോ ശനിദോഷമോ ഉണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങൾ ചെയ്യണം. ദശാപഹാരങ്ങൾ അനുകൂലമല്ലെങ്കിൽ അതിന് പരിഹാരം ചെയ്യണം. പരദേവതയെ പ്രീതിപ്പെടുത്തുക, കാരണവസ്ഥാനീയരെ പ്രീതിപ്പെടുത്തുക. കാരണം ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുന്ന ഒരു കാലം ആരംഭിക്കുകയാണ്. അതിൻ്റെ സൂചനകൾ ചിലർക്കെങ്കിലും, ഈ രാശിയിൽ ചിലർക്കെങ്കിലും ലഭിച്ചു തുടങ്ങും. ഒന്നുമില്ലെങ്കിലും ഒരു കോംപ്ലിമെൻറ്റ്, നമ്മൾ ചെയ്ത ഒരു കാര്യത്തിൻ്റെ വിജയം, ആരെങ്കിലും നല്ല അഭിപ്രായം പറയുക, പഴയൊരു കൂട്ടുകാരനെ കണ്ടുമുട്ടുക, ഇങ്ങനെയൊക്കെയുള്ള പല സന്തോഷകരമായിട്ടുള്ള എനർജൈസിങ് ആയിട്ടുള്ള ചില സംഭവങ്ങൾ ജീവിതത്തിൽ നടക്കുന്ന ഒരു വാരം തന്നെയാണ്. കൂട്ടുകെട്ട് കൊണ്ട് നേട്ടം, അല്ലെങ്കിൽ നമ്മൾ ഹൈ കോൺടാക്ട്സ് കൊണ്ട് ബിസിനസ്സിൽ പുരോഗതി, ബിസിനസ്സിൽ സ്റ്റാഗ്നേറ്റ് ചെയ്തിരുന്ന ഒന്നും മുന്നോട്ട് പോകാത്തതിൽ അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ കണ്ടു തുടങ്ങുന്ന ഒരു വാരം ഇതൊക്കെ കാണുന്നുണ്ട്. ഒരു പ്രായം കഴിഞ്ഞവർക്ക് ഈ ഇൻറ്റസ്റ്റൈനലായിട്ട് വയറ് സംബന്ധമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങൾ, അതുകൊണ്ടുള്ള ടെൻഷൻസും ഒക്കെ ഈ വാരം കാണുന്നു. പുറത്തുനിന്നുള്ള ആഹാരം കുറയ്ക്കുക, ഈ മസാലയൊക്കെ കൂടുതലുള്ള ആഹാരം, സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ കുറയ്ക്കാൻ ഒരു പ്രായം കഴിഞ്ഞവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക്, ബാല്യത്തിലുള്ളവർക്ക് ചെറിയ ആരോഗ്യ പ്രയാസങ്ങളുടെ സൂചന, അലർജിക് കണ്ടീഷൻ, സ്കിൻ ട്രബിൾസൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ നീക്കുവാനായിട്ട് രാഹുപ്രീതി വരുത്തിക്കോളൂ. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ രാഹുവിന് ദർശനം നടത്തുക, പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. രാഹു സ്തോത്രം കൂടി ജപിച്ചോളൂ. മനസ്സിനെ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ ടെൻഷൻ ഉണ്ടാക്കിയിരുന്ന ആ വ്യഥ, വിഷമം അങ്ങോട്ട് കുറയുന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മകരം രാശി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. ജീവിതത്തിലെ പല പ്രയാസങ്ങളും നീങ്ങുന്നതായി അനുഭവപ്പെടും. എന്നാൽ സന്തതി ഭാവത്തിൻ്റെ ചില പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതാണ് അവരുടെ ജീവിതത്തിൽ ചെറിയ ടെൻഷൻസോ പ്രയാസങ്ങളോ, അതുകൊണ്ട് നമുക്ക് മനസ്സിന് ടെൻഷനോ ഒക്കെ ഉണ്ടാകാം. എന്നാൽ സ്വന്തം ആരോഗ്യകാര്യത്തിലുണ്ടായിരുന്ന പ്രയാസങ്ങൾ, സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന പ്രയാസങ്ങളിലൊക്കെ കാര്യമായിട്ടുള്ള കുറവ് വരുന്ന ഒരു വാരമാണ്. അപ്പോൾ സന്തതിയുടെ ആ ജീവിതത്തിൽ എന്തെങ്കിലും വൈകാരിക പ്രയാസമുണ്ടെങ്കിൽ അവരെ വേണ്ട രീതിയിൽ ഉപദേശിക്കുക. അവർ ജ്യോതിഷിയുടെ ഉപദേശമനുസരിച്ച് മുന്നോട്ട്
പോവുക, ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യേണ്ട വാരമാണ് എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരാതെ ഒരുപക്ഷെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കുടുംബകാര്യവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സന്തതിയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ചെറിയ പ്രയാസങ്ങളുടെ സൂചന ഒക്കെ കാണുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായിട്ട് പുരോഗതി, ബിസിനസ്സിലെ ഉയർച്ച, വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുക, പ്രണയിക്കുവാനൊക്കെയുള്ള ഒരു ഭാഗ്യം, പ്രണയം വിവാഹത്തിലെത്തുവാനുള്ള യോഗം, അതൊക്കെ ഈ വാരം കാണുന്നു എന്നറിയാം. ബിസിനസ് ഒന്ന് വിപുലീകരിക്കുവാനുള്ള സാഹചര്യം, എക്സ്പാൻഡ് ചെയ്യുക, പിന്നെ ഡൈവേഴ്സിഫൈ ചെയ്യുക, ഇതിനൊക്കെ ഒരു ഭാഗ്യമുള്ള സമയമാണ്. സിനിമ, ടി വി ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് അവരുടെ നെയിം ആൻഡ് ഫെയിം ഒക്കെ കുറച്ചുകൂടെ മെച്ചമാകുകയും മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ അവർക്ക് ലഭിക്കുവാനുമൊക്കെയുള്ള ഭാഗ്യമുണ്ട്. പിക്നിക്ക് അതിനൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യും. ദൂരെ യാത്രയ്ക്കുള്ള യോഗമുണ്ട്. ഇങ്ങനെ പല അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഗണപതി പ്രീതിയാണ് അത്യാവശ്യം. അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ കഴിയുന്നതും ദിവസവും വണങ്ങുക. ആഴ്ചയിൽ ഒരു ദിവസം തിങ്കളാഴ്ച ഒരു നാളികേരം അവിടെ സമർപ്പിക്കുന്നത് ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ നൽകും. ശ്രീ ഗണേശ സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് കൂടി ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി ഐശ്വര്യം വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കുംഭം രാശി, അവിട്ട അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. വാഹനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊഫഷൻസ് ഒക്കെ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ വാഹനമുണ്ട് റെൻ്റ് ഔട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക്, അതായത് വാഹനവുമായിട്ടുള്ള ബിസിനസ് റൺ ചെയ്യുന്നവർക്ക് കുറച്ച് ടെൻഷൻ വരാം. അധിക പണച്ചെലവ് കാണുന്നുണ്ട്. വാഹനത്തിന് റിപ്പയറും പ്രയാസങ്ങളോ, അല്ലെങ്കിൽ വാഹനം ചെറിയ തട്ടമുട്ട ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ കൊണ്ടുള്ള എക്സ്പെൻഡിച്ചർ കാണുന്നുണ്ട്, ചിലവ് കാണുന്നുണ്ട്. ഗൃഹസ്ഥർക്കും ഇതുപോലെ വാഹനം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തോന്നുക, അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എക്സസീവായിട്ടുള്ള എക്സ്പെൻഡിച്ചർ വരിക, ഇതിനൊക്കെയുള്ള സാധ്യത. അല്ലെങ്കിൽ വീടൊന്ന് എന്തെങ്കിലും ഒരു ചെറിയ റിപ്പയർ വരിക, അതിന് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറിലേക്ക് കാര്യങ്ങൾ പോകുക, ഇതിനൊക്കെ സാധ്യത ഏറെയുള്ള കാലമാണ്. പുതിയൊരു ബിസിനസ് ആരംഭിക്കാൻ താല്പര്യം വരുമെങ്കിലും അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ തന്നെ പല പ്രയാസങ്ങളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു സമയമാണ്. അതൊക്കെ മാനേജ് ചെയ്ത് പോകാം എന്നുള്ളതേ ഉള്ളൂ. പ്രാർത്ഥന കൊണ്ട് മാറാത്ത പ്രശ്നങ്ങളില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. വൈകാരികമായിട്ട് ചെറിയ ടെൻഷൻസ് കാണുന്നു എന്നുള്ളതുകൊണ്ട് ഗൃഹത്തിലെ പെരുമാറ്റത്തിലും സംസാരത്തിലും വളരെയധികം നിയന്ത്രണം പാലിക്കണം. ഓഫീസിൽ സുപ്പീരിയർ ഓഫീഷ്യൽസ്, കൊളീഗ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ജോലി മാറുവാൻ പറ്റിയ ഒരു വാരമല്ല, എന്നാൽ ജോലിക്ക് ശ്രമിക്കാവുന്ന ഒരു വാരമാണ്. പുതിയൊരു ജോലിക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ യങ്സ്റ്റേഴ്സ്, ക്വാളിഫൈഡ് യങ്സ്റ്റേഴ്സ് ജോലിക്ക് ശ്രമിക്കാമെങ്കിൽ തന്നെ ജോലിയുള്ളവർ അത് വിട്ട് പുതിയ ജോലിയിലേക്ക് മാറുന്നത് ഈ വാരം നല്ലതല്ല എന്നുള്ള കാര്യമാണ്. ഒരു കാര്യത്തിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സമയമല്ല. ഷെയർ മാർക്കറ്റ് അങ്ങനെയുള്ള ഫീൽഡ്, ഷെയർ ട്രേഡിലൊക്കെയുള്ളവർ വളരെ ശ്രദ്ധിക്കണം. ക്യാഷ് ലോസിനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വിശ്വസിച്ച ഒരാളെ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അത് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകണം എന്നില്ല. അങ്ങനെയുള്ളൊരു വാരമാണ്. പലപ്പോഴും പലരും നമുക്ക് നല്ലത് തന്നെ അവർ ചെയ്യും. നല്ലത് ചെയ്താൽ പോലും ചിലപ്പോൾ അത് നമുക്ക് നല്ലതായി വന്ന് ഭവിക്കണം എന്നില്ല. അപ്പോൾ ദൈവാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ദേവീക്ഷേത്ര ദർശനം നടത്തി അവിടെ ഭാഗ്യസുക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ചുള്ളത് വളരെ പ്രധാനമാണ്. ഭാഗ്യസുക്തമുണ്ട്. ആ ഭാഗ്യസുക്തം ദിവസവും രാവിലെയും വൈകുന്നേരം 9 പ്രാവശ്യം ജപിച്ചോളൂ. ഈ പറഞ്ഞ ചെറിയ പ്രയാസങ്ങൾ ഒക്കെ അങ്ങോട്ട് അത് വരികയില്ല. അതൊക്കെ അതിജീവിച്ച് വളരെ ഭാഗ്യമുള്ള അനുഭവങ്ങളിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. യാത്രകൾ ധാരാളം വരാം. വാഹനം കൊണ്ട് ഇപ്പോൾ വാഹനം ഒരു പ്രൊഫഷനായിട്ട് എടുത്തിട്ടുള്ളവർക്ക് ചെറിയ നേട്ടങ്ങൾ കാണുന്നു. അവരുടെ കുട്ടികൾക്ക് വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമോ, അവർക്ക് ജോലിക്ക് ഒരു തീരുമാനമോ, അല്ലെങ്കിൽ ജോലി ലഭിക്കുക, ജോലിയിലൊരു ഉയർച്ച, അല്ലെങ്കിൽ ഒരു പ്രമോഷൻ, അഡീഷണൽ ആയിട്ടുള്ള സാലറിയോ ഇൻക്രിമെൻറ്റോ, എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് വരുവാനുള്ള ഭാഗ്യമുണ്ട്. അത് കുടുംബത്തിലൊരു സന്തോഷമൊക്കെ നൽകും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇന്ന് ഇറിറ്റബിലിറ്റി, പെട്ടെന്ന് ദേഷ്യം വരുന്ന ചില ഒരു സാഹചര്യവുമൊക്കെ ഉണ്ടാകും. ആ ദേഷ്യം ചിലപ്പോൾ വൈകാരികമായിട്ടുള്ള അകൽച്ചയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കാം. വളരെ വേണ്ടപ്പെട്ടവരുമായിട്ട് ഇത് വരാം എന്നുള്ളതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോളൂ. പുറത്തു നിന്ന് ഈ പൊതുവെയുള്ള പൊതു കാര്യങ്ങളിൽ അഭിപ്രായം, വീട്ടിന് പുറത്ത് പൊതു കാര്യങ്ങളിൽ അഭിപ്രായം പറയാനൊന്നും ഒട്ടും നല്ല സമയമല്ല കേട്ടോ. അത് പല തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാം. അനാവശ്യമായിട്ടുള്ള ശത്രുത കൊണ്ടുവരുന്ന ഒരു സമയവുമാണ്. രാഹുവിൻ്റെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ആരോഗ്യ കാര്യങ്ങളിലും ചെറിയ പ്രയാസങ്ങൾ, വീഴ്ച, മുറിവ്, ഒരു പ്രായം
കടന്നവർക്ക് രക്തദൂഷ്യം, അതായത് 48 വയസ്സ് കടന്നവർക്ക് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ്, ശരീരത്തിന് വല്ലാത്തൊരു ക്ഷീണം, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഒന്നും പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, ശ്രദ്ധ ലഭിക്കുന്നില്ലോ, ഇരുന്ന് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും. ആരോഗ്യപരമായിട്ടൊരു ജനറൽ വീക്ക്നെസ്സും ഫീൽ ചെയ്യാം എന്നുള്ളതുകൊണ്ട് ആദിത്യ ഹൃദയ സ്തോത്രം ജപിച്ചോളൂ, കിഴക്ക് ദർശനമായിട്ട്. ഒറിജിനലാണ് കേട്ടോ. ജയതു ജയതു സൂര്യം സക്തലോകൈകദീപം കിരണശമിതപാപം ക്ലേശദുഃഖസ്യ നാശം അരുണനിഗമഗമ്യം ചാതിമാദിത്യമൂർത്തിം സകലഭുവനമന്ത്യം ഭാസ്കരം തം നമാമി തതോ യുദ്ധപരിശ്രാന്തം സമരേ ചിന്തയാ സ്ഥിതം രാവണം ജാഗ്രതോ ദൃഷ്ട്വാ യുദ്ധായ സമുപസ്ഥിതം. ഞായറാഴ്ചകളിൽ ആദിത്യനെ വണങ്ങുക, അടുത്ത ക്ഷേത്രത്തിലെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ആദിത്യനെ വണങ്ങുക. ഞായറാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനവും കൂടി നടത്തിക്കോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും വന്നുചേരും. സന്തോഷമായിരിക്കും. ഈ പ്രോഗ്രാമിലേക്ക് ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, അത് പരിഹാര നിർദ്ദേശം സഹിതമുള്ള ഉത്തരം ലഭിക്കും. ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ജനിച്ച ഡേറ്റ്, പൂർണ്ണമായിട്ട് പേരുണ്ടാവണം, സ്ഥലം, എവിടെ നിന്നാണ് അയക്കുന്നത്, മെയിൽ, ഇക്കാര്യം ഉണ്ടാവണം, ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം. പിന്നെ എന്താ അറിയേണ്ടത്, അതായത് ബിസിനസ്സിൽ തടസ്സമുണ്ടോ, പഠിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഏത് ഫീൽഡാണ് പഠിത്തത്തിന് നല്ലത്, കുട്ടികളാണെങ്കിൽ അങ്ങനെ ചോദിക്കാമല്ലോ. അത് വളരെ പ്രധാനമാണ്. ആ ഫീൽഡിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമാകും എന്നുള്ള കാര്യം അറിയുക. പിന്നെ വിവാഹ കാര്യങ്ങളിൽ എന്താ തടസ്സം, എപ്പോഴാണ് വിവാഹം നടക്കുക, ജാതകത്തിൽ എന്തെങ്കിലും 7 പാപനുണ്ടോ, അതിനെന്താണ് പരിഹാരം, ഇത്തരത്തിലുള്ള ഭാവിയെക്കുറിച്ചുള്ള ജാതകവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ മെയിലിലേക്ക് കിടക്കുകയാണ്. മെയിൽ ID കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ കത്ത് ആദ്യത്തെ മെയില് മിസ്സസ് നീത ഷെനോയ്, വെല്ലിംഗ്ടണിൽ നിന്നാണ്. Rishabha Rashi Kritika, I'm a divorcee, LLM MBA. Oh, you're very well qualified and from IAM. That is very good, very good. You have been a very hard-working student and you have come to a very good position also. I'm working with a top company, very comfortable financially and otherwise. Socially also, I'm very much accepted. I have artistic talents also. I have been singing for various channels. So good, good, good. When is my marriage? So divorce ആണ്, എപ്പോഴാണ് വിവാഹം എന്നുള്ളതാണ്. I'm basically a Malayali, but I don't follow Malayalam much because I was outside Kerala all the time. കുഴപ്പമില്ല. You will come up very well, no doubt about it. Your nakshatram is Kritika, and so you are likely to get married. If you are interested in getting married, try to get married within the next few months. It is most likely before Chingam, that is August, September 2025, you are likely to get married, and Shukra is involved, so you are likely to get married to a very smart man, probably artistic and very creative, and you will enjoy life in a better way, no doubt about it. You have mentioned that you didn't match horoscope for your first marriage. Yeah, it is better that you match horoscope for your second marriage and also get the consent of your seniors. That is what we call as Karanavasthaniya, because when you take a decision, it need not be correct, because you are Kritika Nakshatram and the placement of Chova and all that. You are very impulsive and short-tempered, and you are likely to come to conclusions very fast, and that might lead to certain tensions at home. So what you have to do is read Sundarakandam every day. Every day you read Sundarakandam, and life you will be able to control your mind, and your life is going to be very pleasing and what you call peaceful at home. You'll be able to lead a very happy life. Also, you all the time you visualize Sri Rama Swami, and you chant Sri Rama Swami Kshetra, Stotram also, and everything will be all right. You are going to have a very happy family life. Be happy and confident. Mrs. Narayani Lakshmanan, Karuvata. മകൾ 36 വയസ്സ്, പ്രൈവറ്റ് സ്കൂൾ ടീച്ചറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നക്ഷത്രം പൂരാടം. എപ്പോഴാണ് 36 വയസ്സായി, വിവാഹം നടന്നിട്ടില്ല. എന്താ കാരണം എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇത്രയധികം വൈകിയത്. കാരണം സാമ്പത്തികമായിട്ടൊക്കെ അത്യാവശ്യം ഒരു സ്കൂൾ ടീച്ചറാണ്. സോ പ്രോബ്ലി കുറച്ച് വരുമാനമൊക്കെ ഉണ്ടാവും. പിന്നെ എന്താ എല്ലാ കാര്യത്തിലും ഭൗതികവും ദൈവികവുമായിട്ടുള്ള, ഭൗതികത്തിൽ എന്താ ഇപ്പോൾ കാര്യം, എന്താ വിവാഹം നടക്കാത്തതെന്നൂടെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ പരിഹാരം ചെയ്യുന്നതിന് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. സാമ്പത്തികമായിട്ട് മെച്ചമാൻ, കടം മാറാൻ, നമ്മുടെ വിവാഹം നടക്കാൻ, സന്തതിയിൽ എന്തെങ്കിലും ജനനത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത്
ഇല്ലാത്തത് മാറാൻ, നല്ല ജോലി ലഭിക്കാൻ, വീട് വയ്ക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജ്യോതിഷിയെ കാണുന്നത്. അപ്പോൾ ഭൗതികമായിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും വിവാഹകാലം ആരംഭിക്കുകയാണ്. ഈ ജൂൺ മുതൽ വിവാഹകാലമാണ്. 2025 ജൂൺ മുതൽ 11 മാസത്തിനകം വിവാഹം നടക്കാനുള്ള ഭാഗ്യമുണ്ട്. ഇപ്പോൾ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയിക്കോളൂ കേട്ടോ. എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നുള്ളതിന് സംശയമൊന്നും തന്നെ വേണ്ട. നല്ലൊരു വിവാഹ ജീവിതം ലഭിക്കുകയും ചെയ്യും. സന്തോഷമായിരിക്കും. മിസ് ദിവ്യ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വാഴൂരിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത്. തിരുവാതിര നക്ഷത്രം, ഹയർ എഡ്യൂക്കേഷൻ. 2 കാര്യങ്ങളാണ്. ഒന്ന്, ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നു. ശുക്രൻ ബുധൻ ശക്തനാണ് എന്നൊക്കെ ഉള്ളതുകൊണ്ട് കലാ, സാഹിത്യം, സംഗീതം ഇങ്ങനെയുള്ള ഫീൽഡിൽ നിന്ന് എന്തായാലും വരുമാനം ഉണ്ടാവും. പക്ഷേ ചൊവ്വ കൂടി കർമ്മഭാവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാനേജ്മെൻറ്റ് ഫീൽഡ് നല്ലതാണ്. അപ്പോൾ MA ലിറ്ററേച്ചറും PhD ഒക്കെ ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ MBA കൂടെ ചെയ്തോളൂ. ഒരു മാനേജ്മെൻറ്റ് ലിറ്ററേച്ചർ ഒരു കോമ്പിനേഷനിൽ യു ക്യാൻ ഡു എ PhD ഓൾസോ ആൻഡ് യു വിൽ കം അപ്പ് വെരി വെൽ. ടീച്ചിങ് പ്രൊഫഷനും കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. ഗുരുസ്ഥാനം എന്നാണ് നമ്മൾ പറയാറ്. യാത്രകൾ ധാരാളം വരും. തിരുവാതിര നക്ഷത്രമാണ്. ഇപ്പോൾ പഠന കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം. കാരണം കുറച്ചൊരു അലസതയൊക്കെ വരാം എന്നുള്ളതാണ്. കൂട്ടുകെട്ടൊന്ന് കുറച്ചോളൂ. ഈ മൊബൈൽ ഡിപ്പെൻഡൻസി ഒന്ന് കുറച്ചോളൂ. യു വിൽ കം അപ്പ് വെരി വെൽ. മിസ് ദിവ്യ നല്ലൊരു പ്രൊഫഷൻ, മാനേജ്മെൻറ്റ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കരിയർ ആയിരിക്കും എന്നുള്ള കാര്യം അറിയുക. സന്തോഷമായിരിക്കും. ശ്രീ ഗംഗാധരൻ തലശ്ശേരിയിൽ നിന്നാണ്. മകൻ പുരുരുട്ടാതി, 17 വയസ്സ്. പഠനം വളരെ മോശം. ഒരു നിമിഷം പോലും ഇരുന്ന് പഠിക്കുന്നില്ല. മാർക്സൊക്കെ വളരെ കുറവാണ്. എന്താണ് ഭാവി? ഈ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ശനിബന്ധമുണ്ട്. ശനിബന്ധം ഉണ്ട്. അപ്പോൾ രാഹുബന്ധവും കാണുന്നു. പഠന കാര്യങ്ങളിൽ 2ലും 4ലും ഒക്കെ പാപൻ ഉണ്ട് എന്നുള്ളതാണ്. ലഗ്നാധിപൻ്റെ ശനിയുടെ ഒരു ദൃഷ്ടി ലഗ്നത്തിലുണ്ട് താനും. ശനിബന്ധം മാത്രമല്ല, ശനി ഒന്ന് എല്ലാ കാര്യത്തിലും ഒരു സ്ലോനെസ് ഉണ്ടാക്കും. പഠന കാര്യങ്ങളിലൊരു സ്ലോനെസ് ഉണ്ടാക്കും. ശനിബന്ധം എന്ന് പറയുന്ന പൊതുവേ പഠന കാര്യങ്ങളിൽ സ്ലോനെസ് ഉണ്ടാക്കും. ഈ പാപൻ നമ്മൾ പറഞ്ഞു 2ലും 4ലും ഒക്കെ വരുന്നു. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ഇങ്ങനെ ഒരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ അത്ര സ്യൂട്ടബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് അപ്ലൈഡ് ആയിട്ടുള്ള വാഹനം ആയിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷനാകാം, ഓട്ടോമൊബൈൽ, എൻജിനീയറിംഗ് ലൈനിൽ പോകുന്നതിനേക്കാൾ അതിൻ്റെ ആപ്ലിക്കേഷന് പ്രാധാന്യമുള്ള പോളിടെക്നിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നു. പ്രാക്ടിക്കൽ ITI പ്രാക്ടിക്കൽസിന് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും നല്ലൊരു സ്ഥിതി വരും എന്നുള്ളതിൽ സംശയം വേണ്ട. 2 വർഷം കൂടെ കഴിയട്ടെ. പഠനമൊക്കെ നന്നായിട്ട് പോകും. നല്ലൊരു സ്ഥിതി എത്തും. നല്ല ജോലിയൊക്കെ കിട്ടും. വിദേശ ജോലിക്കുള്ള ഭാഗ്യം പോലും ഇതിൽ കാണിക്കുന്നു. വിദേശ ജോലിക്ക് പറ്റിയ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്തോളൂ കേട്ടോ. സന്തോഷമായിരിക്കുക. ഇപ്പോഴുള്ള പ്രയാസങ്ങൾ നീങ്ങുവാനായിട്ട് ശനി സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. ശ്രീ സരസ്വതി വാദ്യാർ, നാഗർകോവിൽ. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് ലാഭസ്ഥാനത്തിനും ധനസ്ഥാനത്തിനും ബലമില്ല. അപ്പോൾ അതുകൊണ്ട് പണമൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ വരുമാനം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പലരും ഒക്കെ ആയിട്ട് പലർക്കുമൊക്കെ പണം കൊടുത്താണ് പണം ഇല്ലാണ്ടായത് എന്ന് പ്രത്യേകം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നക്ഷത്രവും അതാണല്ലോ. നക്ഷത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രഹനില ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ പൂയം നക്ഷത്രത്തിന് കുറേ കാലമായിട്ട് പ്രയാസങ്ങളാണ്. വൈകാരികമായിട്ടും ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. വിഷമിക്കുന്നില്ല കേട്ടോ. നാരായണീയത്തിലെ ശ്രീകൃഷ്ണ അവതാരം ഭാഗം ദിവസവും പാരായണം ചെയ്തോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. പിന്നെ നാഗർകോവിലാണ്. നാഗരെ വണങ്ങുക. പഞ്ചമിക്കും ആയില്യത്തിനും നാഗരെ വണങ്ങുക. നാഗർകോവിൽ അവിടെ കുമാരകോവിലുണ്ട്. കുമാരകോവിലിൽ ദർശനം നടത്തുക. ചൊവ്വാഴ്ചകളിൽ ദർശനം നടത്തുക. കഴിയുന്ന ചൊവ്വാഴ്ചകളിൽ ദർശനം നടത്തുക. എല്ലാ പ്രയാസങ്ങളും ഭഗവാൻ നീക്കിത്തരുമല്ലോ. എന്താപ്പോൾ സംശയം? മണ്ടയ്ക്കാട് ചൊവ്വാഴ്ചകളിലോ വെള്ളിയാഴ്ചകളിലോ ദർശനം നടത്തുക. മാസത്തിൽ ഒരിക്കലെങ്കിലും. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ മാറ്റിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. അടുത്ത 11 മാസത്തിനകം തന്നെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കുന്ന എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള യോഗമുണ്ട്. ജപം പ്രധാനം. മഹാലക്ഷ്മി അഷ്ടകം ജപിച്ചോളൂ ദിവസവും കിഴക്ക് ദർശനമായിട്ട്. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കും. ഇന്നത്തെ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.